കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിക്കുന്ന കനക നവ്യനെ നോക്കാനായിട്ട് അനന്തപുരി തറവായിട്ട് നിൽക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ നന്ദുവിന്റെ അരിയിലേക്ക് അനി എത്തുന്നുണ്ട്. അനി എത്തിയിട്ട് നന്ദുവിനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി താനും അനാമികയും തമ്മിൽ ഒന്നിക്കുന്ന നന്ദുവിന് ഇഷ്ടപ്പെടില്ല, നന്ദുവിന് വിഷമമുണ്ടെന്ന്. പിന്നീട് നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞാല്. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് കനക നവ്യനെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കട്ടെ എന്ന് മുത്തശ്ശി പറയണം. ഈ സമയത്ത് നയന പറഞ്ഞു, അത് വേണ്ട മുത്തശ്ശി, അമ്മ പൊക്കോട്ടെ, നവ്യേശനെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു, അതെന്താ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഹോം നേഴ്സിനെ നിർത്താന്ന് പറയണം. ഹോം നേഴ്സിനെ നിർത്താൻ നവ്യക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഹോം നേഴ്സിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളക്കളികളൊക്കെ വിളിച്ചിട്ടാവും. അപ്പൊ ഒന്നെങ്കിൽ ഹോം നേഴ്സ് അല്ലെങ്കിൽ കനക, ഈ രണ്ട് ഓപ്ഷൻ ആയിരുന്നു. അവസാനം മുത്തശ്ശി പറഞ്ഞു, കനക തന്നെ നിൽക്കട്ടെ, പെറ്റമ്മയോളം വരത്തില്ല വേറെ ആര് വന്നാലും, നിന്നെ അത് നന്നായിട്ട് നോക്കിക്കോളൂ എന്ന് പറയാം. പിന്നീട് കനകയ്ക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ വലിയധികം താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ജലജയുടെ ദേവയുടെ മുഖം ഓർത്തിട്ട് തന്നെ അത് മുത്തശ്ശി പറഞ്ഞ പിന്നെ എതിർക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കനക അവിടെ നിൽക്കുവാണ്. കനക നിന്ന് ദേവേനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ദേവേനി എന്ത് ചെയ്യാണ്, മുറിയിലേക്ക് പോയി ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുവാണ്. എങ്ങനെ ഇനിയിപ്പോ അവരിവിടെ ഉള്ളപ്പം ഫുഡ് കഴിക്കാൻ നേരത്തേക്കാണ് താഴേക്ക് ഇറങ്ങി ചെല്ലും. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട സമയമായി. ഫുഡ് കഴിക്കേണ്ട സമയമായപ്പോ ആദർശിന്റെ അച്ഛൻ വന്ന് വിളിക്കുന്നുണ്ട്. ദേവേനി വാ ഫുഡ് കഴിക്കാൻ വരാനൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോ ദേവേനി എനിക്ക് വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുക. കാരണം മറ്റൊന്നുമില്ല, ചെന്നിട്ടുണ്ടെങ്കിൽ കനകയുടെ മുഖം കാണേണ്ടി വരും. അവരെ കാണുന്ന തന്നെ ചതുർത്ഥിയായി ദേവേനിക്ക്. അവര് കള്ളക്കളി കളിച്ച അവരുടെ രണ്ട് മക്കളെ ഈ കുടുംബത്തിലേക്ക് കയറ്റി വിട്ടു. അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് കാണുന്നത്. അപ്പൊ നയനെ ഈ കുടുംബത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ദേവേനോട് മനസ്സിലേ ഇല്ല. അതുകൊണ്ട് ദേവേനി പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്ന് പറയാം. ആദർശിന്റെ അച്ഛന് കാര്യം മനസ്സിലായി. ജയൻ പറഞ്ഞു, ഇത് എനിക്ക് മനസ്സിലായി, നീ എന്താ വരാത്തേന്ന്. മുത്തശ്ശി സോറി, അമ്മ പറഞ്ഞിട്ടാണ് നയനയുടെ അമ്മേനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ വന്ന് ഫുഡ് കഴിക്കാൻ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. അവസാനം മനസ്സില്ലാ മനസ്സോടെയൊക്കെ ആണെങ്കിലും ദേവേനി താഴേക്ക് ഇറങ്ങിപ്പോവാ. ഈ സമയത്താണെങ്കിൽ കനയ്ക്കും വല്ലാത്തൊരു വീർപ്പുമുട്ടല. ഇത്രയും വലിയ വീടൊക്കെ തന്നെ സമ്മതിച്ചു, പക്ഷെ ഇഷ്ടമില്ലാത്തടത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. പിന്നീട് കാണിക്കുന്ന അടുക്കളയില് ഫുഡൊക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു നയന. ഈ സമയത്ത് അങ്ങോട്ട് കനക ചെല്ലുന്നുണ്ട്. കനക എന്നിട്ട് പറഞ്ഞു, മോളെ എനിക്കാണ് ഇവിടെ ആകെപ്പാടെ ശ്വാസം മുട്ടുമെന്ന് പറയാം. എന്താമ്മ എന്നമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കണം. മോൾക്കറിയാലോ എനിക്ക് ഇവിടെ നിൽക്കാൻ ഇഷ്ടമില്ലെന്ന്. ആ രണ്ടുപേരുടെ മുഖം ഓർക്കുമ്പോൾ തന്നെ എനിക്ക് സങ്കടവും ദേഷ്യം വരുമെന്ന്. ആരുടെ മുഖം ഓർത്തിട്ടാ? ഒന്ന് മോളുടെ അമ്മയുടെ, ഒന്ന് നവ്യയുടെ അമ്മയുടെ. ഓഹോ, അവരെ കുറിച്ച് ഓർത്തിട്ടാണോ? അതെ, എന്റെ അമ്മേനെ കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മേനെ കൊണ്ട് വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാം. പിന്നെ ആദർശേന്റെ അപ്പച്ചിയുടെ കാര്യം, അത് പിന്നെ അമ്മ എന്തേലും പറഞ്ഞാൽ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ അങ്ങോട്ട് വിട്ടാൽ മതി. അവൻ മൈൻഡ് ആക്കാനേ പോകണ്ടെന്ന് പറയാം. എന്നാലും മോളെ ഇഷ്ടമില്ലാതെ എങ്ങനെയാ ഇവിടെ നിൽക്കുന്നേ? അവരെന്തെങ്കിലും പറഞ്ഞാൽ എനിക്കാണെ അറിയാലോ എന്റെ സ്വഭാവം, പെട്ടെന്ന് ദേഷ്യം വരും. ഞാൻ എന്തേലും തിരിച്ചു പറയുന്നു പറയാം. അമ്മേ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇപ്പം നവ്യേച്ചിനെ നോക്കുമല്ലേ കാര്യം, അതിനപ്പുറം മറ്റൊന്നും ഇല്ലല്ലോ. അമ്മ കുറച്ചൊക്കെ ഒന്ന് സഹിച്ച് നിൽക്കാൻ പറയാണ്. പിന്നീട് ടേബിളിലേക്ക് ഫുഡൊക്കെ കൊണ്ടേ വെക്കുക. അപ്പൊ എല്ലാരും ടേബിളിൽ നിരന്നിരിക്കുന്നുണ്ട്. മുത്തശ്ശി ചോദിച്ചു, അല്ല കനക എന്തിനാ നിൽക്കുന്ന? കനയും കൂടി ഇരിക്കാൻ പറയാം. വേണ്ടമ്മേ, ഞാൻ പിന്നെ ഇരുന്നോളാം, ഞാൻ നയനയോടൊപ്പം ഇരുന്നോളാന്ന് പറയാം. വേണ്ട, ഇവിടെ സീറ്റ് ഉണ്ടല്ലോ. അപ്പൊ ദേവേന്റെ അടുത്ത് സീറ്റ് എടുക്കുന്നത്, അവിടെ ഇരുന്ന് കഴിക്കാൻ പറയണ. ഇരിക്കണോ നിക്കണോ എന്നുള്ള അവസ്ഥയായിപ്പോയി കനയ്ക്ക്. മുത്തശ്ശി പറഞ്ഞു കഴിയുമ്പോ ഇരിക്കാതിരിക്കാനും പറ്റില്ല. ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇവരിക്കിനി എന്ത് ചിന്തിക്കും? ജലജയുടെ ഒക്കെ നോട്ടം കണ്ടാ ദഹിപ്പിക്കുന്ന മട്ടില്ല. പെട്ടെന്ന് ജലജ പറഞ്ഞു, ഓ അവര് പിന്നെ കഴിച്ചോളൂ, അവർക്ക് ഇങ്ങനെ ഇത്രമേൽ ടേബിളിലൊന്നും ഇരുന്ന് ശീലമില്ലായിരിക്കും, അവര് നിലത്തൊക്കെ ഇരുന്നല്ലേ മിക്കപ്പോഴും ഫുഡ് കഴിക്കുമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശനങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അതെ, അപ്പച്ചി വെറുതെ ഇങ്ങനെ പറയൊന്നും വേണ്ട, അവരുടെ വീട്ടിൽ ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ എന്തിനാ അപ്പച്ചി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ കുത്തി നോയിച്ചോണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും അതെ, അപ്പച്ചിക്ക് എപ്പോഴും ആരെങ്കിലും ഒന്ന് കുത്തി നോയിച്ചിട്ട് ഒരു സമാധാനം കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ ചീത്ത പറയാണ്. ജയനും അത് അംഗീകരിച്ച് ജയനും പറയുന്നുണ്ട്, അല്ലേലും ജലജയ നിനക്ക് എന്തിന്റെ കേടാത്? ഈ ഫുഡ് കഴിക്കുന്ന സമയത്തെങ്കിലും മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയ പോരെ. ഈ വന്നിരിക്കുന്നേ വെറുതെക്കാരിയൊന്നുമല്ല, നിന്റെ മരുമോളുടെ അമ്മയാ. നീ കഴിച്ചില്ലേലും അവരെ ആദ്യം ഒരുത്തി കഴിപ്പിക്കണ്ടേ, ആ ഒരു സെൻസ് പോലും നിനക്ക് ഇല്ലോന്ന് പറയണം. ജലജി അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ജലജി അവിടെ നിന്ന് പിറുപിറുക്കുക. പിന്നീട് കനകയോട് ഇരിക്കാൻ പറഞ്ഞിട്ട് കനകേനെ അവിടെ പിടിച്ചിരുത്തുവാണ് മുത്തശ്ശി. ദേവേനിക്ക് അത് അത്രയും കൂടി ഇഷ്ടപ്പെട്ടൊന്നുമില്ല കനക അടുത്ത് വന്നിരിക്കുന്നേ. പിന്നീട് പക്ഷെ അധികം കാര്യമാക്കുകയും ചെയ്തില്ല. പിന്നീട് കാണിക്കുന്നേ നന്ദുവിന്റെ അടുത്തേക്ക് അനി വരുന്നുണ്ട്. എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. എനിക്കറിയാം നന്ദുവിന് വിഷമം. ആ സാരിയൊക്കെ ഗിഫ്റ്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന്റെ മുഖം കാണായിരുന്നു വല്ലാതെ ആയിരുന്നേ. ഇനിയിപ്പോ താൻ ചെന്നിട്ടുണ്ടെങ്കിൽ അനി എന്തായിരിക്കും, അല്ല നന്ദു എന്തായിരിക്കും പറയുന്നേ, ആ ഒരു ചിന്തയോട് കൂടിയായിരുന്നു അനി ചെല്ലുന്നേ.
നന്ദുവിന്റെ അടുത്ത് ചെന്നപ്പോ നന്ദുവിന് എന്ത് പറ്റി നന്ദു, നീ എന്താ വല്ലാതെ ഇരിക്കണേന്ന് ചോദിക്കണേ. ഒന്നുമില്ല, ആ ഗിഫ്റ്റ് വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലല്ലേ. എനിക്കറിയായിരുന്നു, ഞാൻ അനാമികയോട് പറഞ്ഞ ആ ഗിഫ്റ്റ് വാങ്ങണ്ട, അവള് സാരി ഒന്നും ഉടുക്കില്ലെന്ന്. പക്ഷെ അനാമികയുടെ നിർബന്ധം കാരണം വാങ്ങിയതാ. നിനക്ക് ഇഷ്ടമില്ല, നീ അത് ഉടുക്കണ്ട കേട്ടോ എന്ന് പറയാണ്. ഇല്ല, അതൊന്നും കുഴപ്പമില്ലാന്ന് പറയാ. എനിക്കറിയാൻ നന്ദു നിന്റെ മനസ്സെന്താന്ന്. ഞാൻ ഇത്ര പെട്ടെന്ന് ഈ കല്യാണം നടക്കുന്ന മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി കല്യാണം ചിന്തിച്ചുകൊണ്ടിരുന്ന. പക്ഷെ പെട്ടെന്നല്ല അനാമിക അവളല്ലേ ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ട് നീങ്ങിയത്. പക്ഷെ എനിക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു പോംവഴി കിട്ടിയിട്ടില്ല. എനിക്കാണെങ്കിൽ കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതെന്ന് പറയാം. നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, നല്ല കല്യാണമല്ലേ, ഒരു കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതല്ലേന്ന് ചോദിക്കുകയാണ്. അനി പറഞ്ഞു, ഇഷ്ടപ്പെട്ടോ? എല്ലാവരും ചോദിക്കുന്നു പ്രേമവിവാഹമാണെന്ന്. പ്രേമവിവാഹം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനാമികയ്ക്ക് എന്നോട് പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അനാമികയോട് പ്രണയം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ഉത്തരവില്ല നന്ദു. നിന്നോടായതുകൊണ്ട് ഞാൻ തുറന്നു പറയാം, എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ അനാമികയെ പ്രണയിച്ചിട്ടുണ്ടോന്ന്. പക്ഷെ എല്ലാരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനും അനാമികയും തമ്മിൽ പ്രേമത്തിലായിരുന്ന. നന്ദുവിന്റെ മുഖം അങ്ങോട്ട് മാറി. നന്ദുവിന് മനസ്സിലായ കാര്യങ്ങളൊക്കെ അനിയുടെ ഉള്ളെന്താന്ന് നന്ദുവിന് മനസ്സിലായി. പിന്നീട് അനി പറഞ്ഞു, ഈ കല്യാണമൊക്കെ നടക്കുവാണെങ്കിലേ നീ ആ സാരി ഉടുത്തോണ്ട് വരാൻ പറയാ. സാരി ഉടുത്തോണ്ട് കൊള്ളാം, നല്ല കഥയായെന്ന് നന്ദുവും പറയുന്നുണ്ട്. അതെന്താ സാരി ഉടുത്തോണ്ട് വരില്ലെന്ന് ചോദിക്കാണ്. ഇനിയിപ്പൊ അനിയുടെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ സാരി ഉടുത്തോണ്ട് വന്നേക്കാന്ന് പറയാ. അതിനുശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ദേവയാനിക്കാണെങ്കിൽ ഈ കനക ഇവിടെ നിൽക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു വീർപ്പ് മുട്ടല. ഇനിയിപ്പൊ അവരെയും കൂടെ സഹിക്കേണ്ടി വരുമല്ലോ. ഇത്രയും നാൾ അവരുടെ മോളെ സഹിച്ചാൽ മതിയായിരുന്നു. ഈ സമയത്ത് ആദർശിന്റെ അച്ഛൻ അങ്ങോട്ട് കടന്നു തിരിച്ചു. നീ എന്താ ദേവേനി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ? വീണ്ടും നീ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചോണ്ടിരിക്കണേ? കനകനെ കുറിച്ചാണെന്ന് ചോദിക്കും. ഒന്നുമില്ല, എനിക്കറിയാം നിന്റെ മനസ്സ്. ഞാൻ ഇന്നും ഒന്നിലല്ല നിന്നെ കാണുന്നേ. കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ. നിന്റെ മരുമോളുടെ അമ്മയല്ലേ, നീ ആ സ്ഥാനം കൊടുക്ക. പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു കളഞ്ഞേക്ക്. അവരുടെ ആ അവസ്ഥ കൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ ചെയ്തേ. നീ ആ ഒരു രീതിയിൽ എടുക്ക്. അല്ലാതെ ഇനിയിപ്പൊ കനകയോട് ദേഷ്യം കാണിച്ചോണ്ട് വല്ല കാര്യമുണ്ടോ? അതിനകത്തൊന്നും കാര്യമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശിന്റെ അച്ഛനൊന്ന് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് ദേവയാനിനെ. പിന്നെ രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്കാണെങ്കിൽ എവിടെ കിടക്കണമെന്ന് അറിയത്തില്ല. ഏത് മുറി കിടക്കണം, എല്ലാ മുറിയിലും ഓരോരുത്തരുണ്ടല്ലോ. മുത്തശ്ശി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ജലജയുടെ മുറി കിടന്നോട്ടെ. ജലജ മാത്രമല്ല അവിടെ ഉള്ളതെന്ന് പറയാണ്. ജലജ ഒട്ടും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അത്. കാരണം ബാക്കി എല്ലാവരുടെ മുറിയിൽ എല്ലാം ഭാര്യ ഭർത്താക്കന്മാരായിട്ടാ. ജലജ മാത്രമാണ് ഒറ്റയ്ക്ക് എഴുതുന്നത്. ജലജയ്ക്ക് ദേഷ്യമായിരുന്നു അങ്ങോട്ട് പോകാനാണ്. കനയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല താനും. രണ്ടുപേരും എപ്പോൾ നോക്കിയാലും കീരിയും പാമ്പ് പോലെ ഇരിക്കുന്നത്. കനയെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ജലജ. അത് ജലജയുടെ ഒരു ഹോബി തന്നെയാണ്. അപ്പൊ ഒരു മുറിക്കകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ലല്ലോ. പിന്നെ കനക വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമൊന്നുമല്ല. ജലജ പറഞ്ഞു, അത് ശരിയാവത്തില്ല, എനിക്ക് തന്നെ കിടക്കുന്ന ഇഷ്ടം എന്ന് പറയണം. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, അതെങ്ങനെയാ ശരിയാവുന്നേ? നിന്റെ മരുമോളുടെ അമ്മയല്ലേ, അപ്പൊ നിന്റെ റൂമിൽ കിടന്നോർത്ത ഒരു കുഴപ്പമില്ല. അത്രയും വലിയ ബെഡ്റൂം അല്ലേ, വലിയ കട്ടിലുവാ, അവിടെ കിടക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ മനസ്സോടെ ജലജയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു മുറിയിലെ കനകനെ കിടത്താനായിട്ട്. കനകയാണ് ഭയങ്കര സന്തോഷത്തോടെ അങ്ങോട്ട് ചെല്ലുന്നത്. ആ മുറിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനകയ്ക്ക് സന്തോഷമായി. കാരണം ഇത്രയും വലിയ മുറിയിലും ഇത്രയും വലിയ വീട്ടിലും ഇതിനു മുമ്പ് താമസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ സന്തോഷത്തോടെ ചെല്ലുന്ന കനകേനെ രൂക്ഷമായിട്ടാ ജലജ ഇങ്ങനെ നോക്കുന്നത്. എന്റെ മുറി കൈയടക്കാൻ വന്ന നിന്നെ ഞാൻ ഒറ്റ രാത്രിയും കൊണ്ട് ഈ മുറിക്കകത്ത് ഞാൻ പായിക്കും. അങ്ങനെ ഒരു ചിന്തയായിരുന്നു ജലജയുടെ ഉള്ളിലുണ്ടായിരുന്നേ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പണി. ഇന്ന് തന്നെ 8ന്റെ പണി തന്നെ ഇനി വീട്ടിൽ നിന്ന് തന്നെ ഓടിക്കും എന്ന് ജലജ മനസ്സിൽ കരുതാണ്. ഈ സമയത്ത് കനകം മനസ്സിലോർത്തു, എന്നെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടാനുള്ള എന്തോ തന്ത്രം മെനഞ്ഞോണ്ടിരിക്കുക. ഞാൻ വെച്ചു കൊടുക്കാം. എന്നെ ഈ മുറിയിൽ നിന്ന് ഇറക്കി വിടാനായിരിക്കും. ഒരു കാരണവശാലും ഞാൻ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകത്തില്ല. ഇവിടുന്ന് ആരാ ഇറങ്ങിപ്പോന്ന് കാണാം. ജലജയുടെ മനസ്സ് വായിക്കാണ്ട് കനകയ്ക്ക് പറ്റൂലോ. കനക ഇതിൽ അതിന്റെ അപ്പുറം അഭ്യാസം കഴിഞ്ഞ് വന്നിരിക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരി തറവാട്ടിൽ തന്നെ നല്ല അടിപൊളി സീനുകളൊക്കെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. കനകയും ജലജയും തമ്മിലുള്ള ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോട് നിർത്തുന്നു. നന്ദി.